സ്കൂൾ തുറക്കുമ്പോൾ പലതരത്തിലുള്ള ആശങ്കകളും പേടിയും മാതാപിതാക്കൾക്കുണ്ടാകും. പ്രത്യേകിച്ച് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ. പല കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ മടിയായിരിക്കും. അതുകൊണ്ട് കുട്ടി കരയുമോ, ക്ലാസ്സിലിരിക്കുമോ എന്ന പേടിയായിരിക്കും മാതാപിതാക്കൾക്ക്. പുതിയ ദിനചര്യയുമായി പൊരുത്തപ്പെട്ടു പോകാൻ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സമയം ആവശ്യമാണ്. ഒരു കുട്ടി ആദ്യമായി സ്കൂളിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായി സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കരയുന്നത് സർവ്വസാധാരണമാണ്. ക്ലാസ്സിലിരിക്കാൻ പല കുട്ടികൾക്കും താല്പര്യമുണ്ടാകില്ല. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കുട്ടികൾക്ക് കുറച്ചധിക സമയം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം മാതാപിതാക്കൾ മനസ്സിലാക്കണം. ആദ്യ ദിവസം സ്കൂളിൽ പോകുമ്പോഴും അവിടെ എത്തിയിട്ടും വീട്ടിൽ തിരിച്ചെത്തിയാലും കുട്ടികൾ കരയും. ഇനി ഒരിക്കലും സ്കൂളിലേക്ക് പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. ഇതിനെ സ്വാഭാവികമായൊരു കാര്യമായിട്ട് കാണുക. ടീച്ചറെ പരിചയപ്പെടാനും കുട്ടികൾക്കൊപ്പം അല്പസമയം ഇരുത്തിയും സ്കൂൾ ഗ്രൗണ്ടിലൂടെ നടത്തിയും ഒക്കെ ചെയ്ത് കുട്ടിയെ സ്കൂൾ അന്തരീക്ഷവുമായി പരിചിതമാക്കുക. മറ്റു കുട്ടികളുമായി ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മാത്രം പ്രവർത്തിക്കുക. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയെയും സമയത്തെയും വലിയ രീതിയിൽ ബാധിക്കാത്ത സ്കൂൾ കുട്ടികൾക്കായി കണ്ടെത്തുക. അതിനോടൊപ്പം കുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും വേണം. കുട്ടിക്ക് ശ്രദ്ധക്കുറവോ അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടോ നേരിടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന സ്കൂളിൽ അയയ്ക്കുക. കുട്ടിയുടെ കഴിവനുസരിച്ച് മാത്രം സ്കൂൾ തിരഞ്ഞെടുക്കുക. ഒരുപാട് കടുംപിടുത്തങ്ങളുള്ള സ്കൂളിൽ ശ്രദ്ധക്കുറവുള്ള കുട്ടികളെ അയക്കരുത്. മാത്രമല്ല, കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ മാതാപിതാക്കൾ മറന്നുപോകരുത്. കുട്ടികൾ 8 വയസ്സ് വരെ കൃത്യമായി സമയം നൽകുക. 8 വയസ്സ് വരെ കുട്ടികൾക്ക് നല്ലതുപോലെ എഴുതാനോ വായിക്കാനോ സാധിച്ചെന്ന് വരില്ല. 8 വയസ്സ് തികഞ്ഞതിന് ശേഷവും അതിന് സാധിക്കാതെ വരികയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക. വീട്ടുകാരെ കാണാതെ സ്കൂളിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളോട് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. സ്കൂൾ നല്ലൊരിടമാണെന്നും അവിടെ കൂട്ടുകാർക്കൊപ്പം കളിക്കാനും പാട്ടുകൾ പഠിക്കാനും അവസരമുണ്ടെന്നും കുട്ടികളോട് പറയുക. സ്കൂളിലെ ശുചിമുറി ഉപയോഗിക്കണമെന്നും ക്ലാസ്സിലിരിക്കണമെന്നും എന്ത് തോന്നുകയാണെങ്കിലും അത് ടീച്ചറോട് പറയണമെന്നും കുട്ടികളെ മനസ്സിലാക്കുക. ഓരോ ദിവസവും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളോട് ചോദിച്ചറിയുക. അവരുടെ സന്തോഷവും ബുദ്ധിമുട്ടുകളും ചോദിക്കണം. എന്ത് പ്രശ്നം വന്നാലും മാതാപിതാക്കൾ കൂടെ ഉണ്ടാകുമെന്നും കുട്ടികളെ ബോധ്യപ്പെടുത്തുക. തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കുകയും നല്ലത് ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും ചെയ്യുക. വിജയിക്കാൻ വേണ്ടി കുട്ടികളിൽ ഒരിക്കലും സമ്മർദ്ദം ഉണ്ടാക്കരുത്. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ അമിതമായ ഉത്കണ്ഠ കളയുക. ഇത് കുട്ടികളെയും ബാധിക്കാനിടയുണ്ട്. കുട്ടിയുമായി എപ്പോഴും തുറന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്.